ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെയുള്ള ഡീപ് ഫേക്ക് വീഡിയോ ആയിരുന്നു പോയ വർഷത്തെ ആശങ്ക ഉയർത്തിയ വാർത്തകളിലൊന്ന്. 2023 നവംബറിൽ നടി രശ്മിക മന്ദാനയുടെ ഡീപ് ഫേക്ക് വീഡിയോ പ്രചരിച്ചത് വലിയ വിവാദമായി മാറിയിരുന്നു. ഇതിന് പിന്നാലെ നിരവധി നടിമാർ ഡീപ് ഫേക്ക് വീഡിയോകൾക്ക് ഇരയായി എന്ന വാർത്തകൾ വന്നു. ഇത്തരം വീഡിയോകൾ നിർമ്മിച്ചവരെ കണ്ടെത്താൻ പ്രയാസമാണ് എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. എങ്കിലും രശ്മിക മന്ദാനയുടെ വീഡിയോയുമായി ബന്ധപ്പെട്ട ഒരാൾ പിടിയിലായിരുന്നു. ഇപ്പോഴിതാ ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സെലിബ്രിറ്റികൾക്കെതിരായ ഇത്തരം ഡീപ് ഫേക്ക് ആക്രമണങ്ങളെക്കുറിച്ച് തുറന്നു സംസാരിക്കുകയാണ് ബോളിവുഡ് സൂപ്പർ താരം സണ്ണി ലിയോൺ. ഇത്തരം ഡീപ് ഫേക്ക് ആക്രമണങ്ങൾ വർഷങ്ങളായി തനിക്കെതിരെ സംഭവിക്കുന്നുണ്ടെന്നും ഇത്തരം ഡീപ് ഫേക്കുകൾ ഒരു പുതിയ പ്രശ്നമല്ല എന്നുമാണ് സണ്ണി ലിയോൺ പറയുന്നത്. ഡീപ് ഫേക്ക് വീഡിയോകളാൽ നടിമാർ ഓൺലൈനിൽ അപമാനിക്കപ്പെടുന്നത് സംബന്ധിച്ച മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് സണ്ണി ലിയോണിന്റെ മറുപടി ഇതായിരുന്നു. സണ്ണി ലിയോണിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇത്തരം ആക്രമണങ്ങൾ തനിക്ക് സംഭവിച്ചതാണ്, എന്നാൽ താൻ അതിനെക്കുറിച്ച് അധികം ചിന്തിക്കുന്നില്ല. ഇത് തന്നെ മാനസികമായി ബാധിക്കാൻ താൻ അനുവദിക്കുകയുമില്ലെന്നാണ് സണ്ണി ലിയോൺ പറയുന്നത്. എന്നാൽ ഇതൊരു ദുരിതമായി മാറുന്ന യുവ നടിമാർ ഉണ്ടെന്നും അത് അവരുടെ തെറ്റല്ല എന്ന് അവർ മനസ്സിലാക്കണമെന്നും സണ്ണി ലിയോൺ പറയുന്നു. അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ധൈര്യത്തോടെ പോയി അപ്പോൾ തന്നെ സൈബർ സെല്ലിൽ കേസ് കൊടുക്കണമെന്നും സണ്ണി ലിയോൺ കൂട്ടിച്ചേർത്തു. നിങ്ങളുടെ മുഖവും ഐഡന്റിറ്റിയും അവർ ദുരുപയോഗം ചെയ്തുവെന്ന് പരാതി കൊടുക്കണം. പരാതി നൽകിയാൽ പോലീസ് നടപടിയെടുക്കുമെന്നും കൂടാതെ സോഷ്യൽ മീഡിയയിൽ പോലും നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്ത് അത് സാങ്കേതികമായി നീക്കം ചെയ്യാൻ സാധിക്കുമെന്നും സണ്ണി ലിയോൺ പറഞ്ഞു. ഇവിടെ ഒരു സിസ്റ്റം ഉണ്ട്, അത് ഉപയോഗിക്കണമെന്നും സണ്ണി ലിയോൺ പറയുന്നു. ഡീപ് ഫേക്ക് ഇപ്പോഴത്തെ ട്രെൻഡായി വരുന്ന കാര്യമാണെന്നും എല്ലാവരും പുതിയ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ടെന്നും സണ്ണി ലിയോൺ പറഞ്ഞു. അതിനാൽ തന്നെ ഭയത്തേക്കാൾ സെലിബ്രിറ്റികൾ അവരുടെ രൂപസാദൃശ്യം ദുരുപയോഗം ചെയ്യപ്പെടുന്നതിനെ കുറിച്ച് ആശങ്കാകുലരാണെന്നും സണ്ണി ലിയോൺ ചൂണ്ടിക്കാട്ടുന്നു. കഴിഞ്ഞ വർഷം നാം ഇത്തരത്തിലുള്ള നിരവധി വ്യാജ ഫോട്ടോകളും വീഡിയോകളും ഒക്കെ കണ്ടു. ഇത് വളരെ കാലമായി ഉള്ളതാണ്. ഇത് പുതുമയുള്ളൊരു കാര്യമല്ല. പക്ഷേ ഇത്തരം സൗകര്യങ്ങൾ ഇപ്പോൾ എളുപ്പത്തിൽ മോശം ആൾക്കാർക്ക് ലഭിക്കുന്നു. അതവർ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നമെന്നും സണ്ണി ലിയോൺ കൂട്ടിച്ചേർത്തു. അതേസമയം ബോളിവുഡിലെ സൂപ്പർ താരം സണ്ണി ലിയോൺ വീണ്ടും മലയാളത്തിലേക്ക് എത്തുന്ന ആവശ്യത്തിലാണ് താരത്തിന്റെ കേരളത്തിലുള്ള ആരാധകർ. സണ്ണി ലിയോൺ നായികയായി എത്തുന്ന ആദ്യ മലയാള വെബ് സീരീസാണ് പാൻ ഇന്ത്യൻ സുന്ദരി. പാൻ ഇന്ത്യൻ സുന്ദരി പ്രദർശനത്തിനൊരുങ്ങുകയാണ്. സീരീസിൽ ഒരു പ്രധാന വേഷത്തിൽ ഭീമൻ രഘുവും എത്തുന്നുണ്ട്. പാൻ ഇന്ത്യൻ സുന്ദരി വെബ് സീരീസിന്റെ ടീസർ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ശരവഞ്ചരം സിനിമയിൽ നടൻ ജയന്റെ ഏറ്റവും ആഘോഷിക്കപ്പെട്ട ഒരു സീനായിരുന്നു കുതിരയെ തടവുന്ന രംഗം. ആ രംഗം അതേപടി അനുകരിക്കുന്ന ഭീമൻ രഘു ആയിരുന്നു പാൻ ഇന്ത്യൻ സുന്ദരിയുടെ ടീസറിൽ ഉണ്ടായിരുന്നത്. ഹൈറിച്ച് ഗ്രൂപ്പിന്റെ HROTTയിലൂടെയാണ് പാൻ ഇന്ത്യൻ സുന്ദരി പ്രദർശനത്തിനെത്തിക്കുന്നത്. സീരീസിന്റെ കഥയും സംവിധാനവും നിർവഹിക്കുന്നത് സതീഷാണ്. HR പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ശ്രീനാഥ് പ്രതാപനാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.